കേരളത്തിലെ വിവിധ നദികളിലെ അടിത്തട്ടിൽ ശരാശരി പകൽ സമയ താപനില ഇങ്ങനെ: പെരിയാർ 41 ഡിഗ്രി, ഭാരതപ്പുഴ 39, ചാലിയാർ 41, ചാലക്കുടിപ്പുഴ 40, മീനച്ചിലാർ 41, കോരയാർ 40, വേമ്പനാട്ടുകായൽ 38, അഷ്ടമുടിക്കായൽ 40 ഡിഗ്രി. മീൻകറി വയ്ക്കുന്ന കറിക്കലത്തിലെ താപനിലയുടെ പകുതി. നദീജല ഊഷ്മാവ് ശരാശരി 42 ഡിഗ്രിയിലേറെയാകുന്ന വേനൽപ്പകലുകൾ അതിജീവിക്കാനാകാതെ കേരളത്തിന്റെ പുകൾപെറ്റ ഉൾനാടൻ മത്സ്യസമ്പത്ത് നശിക്കുകയാണ്. കാൽ നൂറ്റാണ്ടിനിടെ ഇത്തരത്തിൽ 50-ലേറെ മത്സ്യയിനങ്ങൾ ഇനിയൊരിക്കലും വീണ്ടെടുക്കാനാകാതെ നമ്മുടെ നദികളിൽ നിന്നും അപ്രത്യക്ഷമായിട്ടുണ്ട്. നദീജലവും അടിത്തട്ടും ചൂടുപിടിക്കുന്നതോടെ മത്സ്യങ്ങൾ പകൽ സമയം കൂട്ടത്തോടെ താരതമ്യേന ചൂട് കുറഞ്ഞ അഴിമുഖ പ്രദേശങ്ങളിലേക്കും തീരക്കടലിലേക്കും നീങ്ങും. ഇത് മത്സ്യങ്ങളുടെ സ്വാഭാവികമായ പ്രജനന കാലത്തെയും കേന്ദ്രങ്ങളെയും അട്ടിമറിക്കും. അടിത്തട്ട് ചൂടുപിടിക്കുമ്പോൾ സൂക്ഷ്മപ്ലവകങ്ങളും പായലുകളും നശിച്ച് തീറ്റയില്ലാതാകുന്നതും മത്സ്യങ്ങളെ നദികളിൽ നിന്നും പലായനം ചെയ്യിക്കുന്നു. കൊടും ചൂടിൽ ബാഷ്പീകരണം മൂലം ഉപ്പിന്റെ ഗാഢത കൂടുന്നതും ഉൾനാടൻ നദികളിലെ മത്സ്യസമ്പത്തിന് നാശമാണ്. വിവേചനമില്ലാത്ത മണ്ണെടുപ്പും മലിനീകരണവും വേനൽ ചൂടിനോട് ചേരുമ്പോൾ നദികളുടെ അടിത്തട്ട് മത്സ്യങ്ങളുടെ ശവപ്പറമ്പാകും. വിവിധതരം ചെമ്മീൻ ഇനങ്ങളും ആറ്റുകൊഞ്ചടക്കം കയറ്റുമതി പ്രാധാന്യമുള്ള ഇനങ്ങളുമാണ് കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടെ 75% കണ്ട് കുറഞ്ഞിരിക്കുന്നത്. ഡിസംബർ മുതൽ മെയ് വരെയുള്ള കാലയളവിൽ പുഴ കാലിയായ അവസ്ഥയാണെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഇത് സംബന്ധിച്ച് പറയുന്നത്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഏകദേശം 7 വർഷമായിട്ട് ശരിക്ക് ഒരു 4-5 മാസത്തോളം പുഴയിലേക്ക് അല്ലെങ്കിൽ കായലിലേക്ക് കടലിൽ നിന്ന് കയറി വരുന്നതോ അവിടെ ഉണ്ടാകുന്നതായിട്ടുള്ള ചെമ്മീൻ അടക്കമുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട മത്സ്യവും ചെമ്മീനും എല്ലാം നശിച്ച് ഇല്ലാതാവും. ഈ ഒരു 4-5 മാസം അത് മുഴുവനായിട്ട് ഇല്ലാണ്ടാവുന്നുണ്ട്. ഇതിനൊക്കത്തിനും പ്രധാന കാരണം പൊള്യൂഷൻ. തൃശൂർ, എറണാകുളം, പാലക്കാട്, മലപ്പുറം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളാണ് പുഴയിൽ മീനില്ലാതെ കനത്ത പ്രതിസന്ധിയിലായത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നദികളിലെ ഓരുവെള്ള സമൃദ്ധിയിലേക്ക് കൂട്ടത്തോടെ എത്തിയിരുന്ന കണമ്പ്, കരിമീൻ, വഴുത, വിവിധതരം ഏരികൾ, പ്രായൽ, ഏട്ടമത്സ്യം, ആറ്റുകൊഞ്ച്, കാലൻ ഞണ്ട് തുടങ്ങിയവ പുഴയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് കാലമേറെയായി. എന്നിട്ടും പുഴയിൽ മുങ്ങി മത്സ്യകൃഷി നടത്തുന്ന കുളങ്ങളിൽ പൊങ്ങിയ കരിമീനും കൊഞ്ചുമെല്ലാം വിപണിയിൽ 3 ഇരട്ടി വിലയ്ക്ക് വിൽപ്പനയ്ക്കുണ്ട്. പകൽ സമയത്തെ കടുത്ത താപനില നദിയുടെ അടിത്തട്ട് ക്രമാതീതമായി ചൂടുപിടിപ്പിക്കുകയാണ്. മലിനീകരണമെന്ന വിപത്ത് ഇതിന് ആക്കം കൂട്ടുന്നു. അങ്ങനെ നാം നമ്മുടേതെന്ന് മാത്രം കരുതിയ ഉൾനാടൻ മത്സ്യയിനങ്ങൾ നമ്മുടെ കൺമുന്നിലൂടെ അപ്രത്യക്ഷമാകുന്നു. കൊടുങ്ങല്ലൂരിൽ വിൽക്കാൻ മീനില്ലാതായി പോയ ഒരു നാട്ടുകളവിന് മുന്നിൽ നിന്നും ക്യാമറമാൻ ആർ അനന്തിനൊപ്പം ബിനീഷ് അരവിന്ദൻ, ഇന്ത്യ വിഷൻ.